ഹലോ, നമ്മളിന്ന് 7ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. 2 തരം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, 2 ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൂപ്സ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് പറയാം. if else, nested if, else if ladder, switch statement, ലാസ്റ്റിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ. അതുപോലെ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ നമുക്കതിൻ്റെ നോർമൽ ഫ്ലോ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കും. ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ആൾട്ടറിങ് ദി നോർമൽ ഫ്ലോ ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ സാധാരണയായിട്ടൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഈഫും സ്വിച്ചും ആണ് 2 പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും പറയും. ഈഫും സ്വിച്ചും ആണ് പ്രധാനപ്പെട്ടവ. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഈഫിൻ്റെ സിൻറ്റാക്സ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഈഫ് എന്ന് എഴുതുന്നു, ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നു. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിനുള്ള എക്സ്പ്രഷനാണ്. അതിനുശേഷം ഈഫിൻ്റെ ഫ്ലോർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കിൽ എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഫ്ലോർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നമുക്ക് ഈഫിൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം. ഇത് കണ്ടോ, ഡയമണ്ട് ഷേപ്പിനുള്ളിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. അത് ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ഈഫ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുകയില്ല. ഇങ്ങനെയാണ് ഈ ഫ്ലോ ചാർട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈഫ് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാം നോക്കാം. ഒരു കുട്ടീൻ്റെ സ്കോറ് എൻ്റർ ചെയ്തിട്ട് ആ കുട്ടി പാസ്സായോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണിത്. കുട്ടീൻ്റെ സ്കോർ 18 എബോവ് ആണെങ്കിൽ അത് പാസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഫെയിലാണ്. ഈ ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. IO സ്ട്രീം കൊടുത്തിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std സെമിക്കോളൻ ഇൻറ്റു മെയിൻ. ഇൻറ്റു മെയിനിൻ്റെ ഫ്ലോർ ബ്രാക്കറ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും. എന്നിട്ട് സ്കോറിനെ നമ്മൾ ഇൻറ്റീജറായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ഇൻറ്റീജറായിട്ട്. കാരണം സ്കോർ പൂർണ്ണസംഖ്യകളിലാണ് കൊടുക്കുന്നത്. ഇനി ഈ പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ cout ഉപയോഗിക്കുന്നു. cout 2 <<, ഡബിൾ കോട്ടിനുള്ളിൽ എൻ്റർ യുവർ സ്കോർ. ഡബിൾ കോട്ടിനുള്ളിലാണ് എൻ്റർ യുവർ സ്കോർ എന്ന് കൊടുത്തത്. അവസാനം സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് cn 2 ചിഹ്നം കൊടുത്തിരിക്കുന്നു. സ്കോറാണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. cn സ്കോർ കൊടുത്തു, സെമിക്കോളനും കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഈഫാണ്. ഈഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 കൂടുതലാണോ എന്ന് നോക്കുകയാണ്. ആണെങ്കിൽ എന്ത് ചെയ്യണം? cout യു ഹാവ് പാസ്ഡ്. ഇതാണ് ഈഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യം. യു ഹാവ് പാസ്ഡ് എന്ന് എക്സിക്യൂട്ട് ചെയ്യണം. അല്ലെങ്കിലോ റിട്ടേൺ സീറോ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട്. എക്സിക്യൂട്ട് ചെയ്യുമ്പം എൻ്റർ യുവർ സ്കോർ എന്ന് പറയും. നമ്മൾ 25 എന്ന് കൊടുക്കുകയാണെങ്കിൽ യു ഹാവ് പാസ്ഡ് എന്ന് വരും. ഇനി 10 ആണ് കൊടുത്തതെന്ന് വെച്ചാലോ, 10 18 കുറവാണ്, യു ഹാവ് പാസ്ഡ് എന്നുള്ള അത് ഡിസ്പ്ലേ ചെയ്യൂല. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് CPP ഡ്രോയിഡിലോ കോഡിംഗ് C++ലോ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്.
അതിന് സിൻറ്റാക്സ് നോക്കാം. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ then statement block 1 else statement block 2. ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 ചെയ്യുന്നു, അല്ലെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ സിൻറ്റാക്സ്. ഇനി ഇതിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ പ്രോഗ്രാമില്ലേ, അതിൻ്റെ ഒന്നുകൂടി മോഡിഫൈ ചെയ്തൊരു വേർഷൻ. ഇവിടെ ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 18 കൊടുത്തു കഴിഞ്ഞാൽ അത് യെസ് ആണെങ്കിൽ സി ഔട്ട് പാസ്ഡ് വരും, എൽസ് സി ഔട്ട് ഫെയിൽഡ്. നേരത്തെ ആ പ്രോഗ്രാമിൽ പാസ്ഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇവിടെ എൽസ് കണ്ടീഷൻ കൊടുത്തിട്ട് സി ഔട്ട് ഫെയിൽഡ് എന്നും കൂടി കൊടുക്കുന്നുണ്ട്. മറ്റൊരു പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പ്രോഗ്രാമും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഫൈൻഡ് ദി ടോളർ സ്റ്റുഡൻറ്റ് ബൈ കമ്പയറിംഗ് സ്റ്റുഡൻസ് ഹൈറ്റ്സ്. 2 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് എൻ്റർ ചെയ്തിട്ട് അതിൽ ടോളർ സ്റ്റുഡൻറ്റ് ആർക്കാണ് ഹൈറ്റ് കൂടുതൽ എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ സാധാരണ പോലെ തന്നെ ഹാഷ് ഇൻക്ലൂഡും യൂസിങ് നെയിം സ്പേസ് STDയും ഇൻറ്റുമെയിനൊക്കെ ഉണ്ട്. ഫ്ലോർ ബ്രാക്കറ്റിംഗ് ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. റിട്ടേൺ 0 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതെല്ലാ സാധനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം പ്രോഗ്രാമിനെ. ഇവിടെ 2 വേരിയബിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്, HT1 HT2. ഇത് രണ്ടും ഹൈറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ എൻ്റെ ഹൈറ്റ്സ് ഓഫ് ദി 2 സ്റ്റുഡൻസ് എന്ന് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ സി ഔട്ട് ഉപയോഗിക്കുന്നു. സി ഔട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആയിട്ടുള്ള ലെസ് ദാനും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം സെമി കോളൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും സെമി കോളനിലാണ് എൻഡ് അപ്പ് ചെയ്യേണ്ടത്. അതുപോലെ സീനിൽ HT1ഉം HT2ഉം ഇൻപുട്ട് ചെയ്യുന്നു സീൻ ഉപയോഗിച്ച്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈഫ് എൽസിൻ്റെ സ്ട്രക്ചറാണ് പിന്നെ വരുന്നത്. ഈഫ് HT1 ഗ്രേറ്റർ ദാൻ HT2 അത് ട്രൂ ആണെങ്കിൽ സി ഔട്ട് സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് HT1 ഈസ് ടോളർ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം. അതിൽ HT1 എന്നത് ഡബിൾ കോട്ട്സിനുള്ളിലല്ല, അതിൻ്റെ 2 സൈഡിലും 2 ലെസ് ദാൻ കൊടുത്തിട്ടുണ്ട്. അതായത് അത് ഔട്ട്പുട്ട് ചിഹ്നമാണ്, ഔട്ട്പുട്ട് ഓപ്പറേറ്ററാണ്. അതുപോലെ സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് ഡബിൾ കോട്ടിനുള്ളിലാണ്. അതുപോലെ ഈസ് ടോളറും ഡബിൾ കോട്ടിലാണ്. അത് ശ്രദ്ധിക്കാം. HT1 ഡബിൾ കോട്ട്സിനുള്ളിലല്ല ഉള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ എൽസ് പാർട്ട് നോക്കാം. സി ഔട്ട് സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് HT2 ഈസ് ടോളർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. HT1 ഹയർ ആണെങ്കിൽ, ഹൈറ്റ് കൂടുതൽ ഒന്നാമത്തെ കുട്ടിക്കാണെങ്കിൽ എങ്ങനെ വരും, രണ്ടാമത്തെ കുട്ടിക്കാണെങ്കിൽ എങ്ങനെ വരും എന്നുള്ള 2 ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഹൈറ്റ് എൻ്റർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മൾ 170 165 എന്ന് കൊടുക്കുന്നു. അതായത് ഒന്നാമത്തെ കുട്ടിയാണ് ഹൈറ്റ് കൂടുതൽ HT1. അപ്പോൾ 170 ഗ്രേറ്റർ ദാൻ 165 നോക്കുന്നു. അതായത് HT1 ഗ്രേറ്റർ ദാൻ HT2. അപ്പം HT1 ആണ് ഗ്രേറ്റർ. അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് 170 ഈസ് ടോളർന്ന് ഡിസ്പ്ലേ ചെയ്യും. ഈ 170 എന്നതിൻ്റെ സ്ഥാനത്ത് HT1 എന്നാണ് നമ്മൾ കൊടുത്തതെന്ന് ഓർക്കാം. ഈ ടോളറിനും ഡിസ്പ്ലേ ചെയ്യും. സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് എന്നുള്ളത് ഡബിൾ കോട്ട്സിലായിരുന്നു, ഈ ടോളറും ഡബിൾ കോട്ട്സിലായിരുന്നു. പക്ഷേ 170 എന്നത് HT1 വരുന്നു. അടുത്ത ഔട്ട്പുട്ട് നോക്കാം. ഇവിടെ നമ്മൾ HT1 ചെറിയ കുട്ടീൻ്റെതും HT2 വലിയ കുട്ടീൻ്റെതും കൊടുക്കുന്നു. 160ഉം 171ഉം. അപ്പം രണ്ടാമത്തെ കുട്ടിയാണ് ഹൈറ്റ് കൂടുതലുള്ള 171. അപ്പോൾ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് HT1 ഗ്രേറ്റർ ദാൻ HT2 ചോദിക്കുമ്പം HT2 ആണ് ഗ്രേറ്റർ. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് HT2 ഈസ് ടോളർ എന്നാണ് എഴുതുക. HT2ൽ 171 ആണുള്ളത്.
അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് റിസൾട്ട് എൽസ് പാർട്ടിൽ നിന്ന് റിസൾട്ട് എടുത്ത് ഡിസ്പ്ലേ ചെയ്യും. ആദ്യത്തേൽ ഈഫിൻ്റെ ട്രൂ പാർട്ട് എന്നായിരുന്നു, രണ്ടാമത്തേൽ ഫോൾസ് പാർട്ട് എൽസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തു നിന്നാണ് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തത്. ഇവിടെ ഒരു പ്രോഗ്രാമും കൂടി കൊടുത്തിട്ടുണ്ട്. ടു ചെക്ക് വെദർ എ ഗിവൺ നമ്പർ ഈസ് ഈവൺ ഓർ ഓഡ്. ഇതിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ട്. ഇവിടെ സാധാരണ പോലെ ഹാഷ് ഇൻക്ലൂഡും യൂസിങ് നെയിം സ്പേസും ഇൻറ്റു മെയിനും ഒക്കെ ഉണ്ട്. ഇനി നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം സി ഔട്ട് എൻ്റർ ദി നമ്പർ എന്ന് എഴുതിയിരിക്കുന്നു. ഈ എൻ്റർ ദി നമ്പറിന് തൊട്ട് മുന്നേ ഒരു /n എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. /n ന്യൂ ലൈൻ ക്യാരക്ടറാണ്. അതായത് നെക്സ്റ്റ് ലൈനിൽ അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് ലൈൻ ഇട്ടിട്ട് അടുത്ത ലൈനിൽ എൻ്റർ ദി നമ്പറിന് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ /n എന്ന് ഇട്ടിരിക്കുന്നത്. ഇനി ഇൻപുട്ട് ചെയ്യുന്നു, നമ്പർ നം ഇൻപുട്ട് ചെയ്യുന്നു. സി ഇൻ നം കൊടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുക നമ്പർ ഓഡാണോ ഈവൺ ആണോ എന്നാണ് നോക്കേണ്ടത്. ഈവൺ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ, ഓഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ. ഒറ്റയോ ഇരട്ടയോ നമ്മൾ സാധാരണ നോക്കുന്നത് എങ്ങനെയാണ്? സംഖ്യേനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 0 ആണോ എന്ന് നോക്കും. അപ്പോൾ റിമൈൻഡർ കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പപ്പണിയുണ്ട്. പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ, മോഡുലസ് ഓപ്പറേറ്റർ. അപ്പം നമുക്ക് ആ മോഡുലസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. എന്നിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കാം. ആ റിമൈൻഡർ 0 ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇഫ് നം %2 ഈക്വൽസ് 2 ഈക്വൽ കൊടുക്കണം, ഡബിൾ ഈക്വൽ ടു 0. അപ്പോൾ 0 ആണോ എന്ന് കമ്പയർ ചെയ്യാണ്. 0 ആണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, പൂർണ്ണമായും ഹരിക്കാൻ കഴിയും. അന്നേരം നമുക്ക് ഇത് ഈവൺ നമ്പറാണെന്ന് ഉറപ്പിച്ച് പറയാം. അപ്പോൾ നമ്മൾ സി ഔട്ട് ദി ഗിവൺ നമ്പർ ഈസ് ഈവൺ എന്ന് ഡിസ്പ്ലേ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. സി ഔട്ട് ദി ഗിവൺ നമ്പർ ഈസ് ഓഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം റിട്ടേൺ 0 ഇടുന്നു. ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റർ ദി നമ്പർ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ 7 എന്നാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നമുക്കറിയാം 7% 0 കിട്ടുമോ? ഇല്ല. 7 2 കൊണ്ട് ഹരിച്ചാൽ 0 കിട്ടില്ല. 2 കൊണ്ട് ഹരിച്ച് റിമൈൻഡർ ശിഷ്ടം ഒരിക്കലും 0 ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എൽസ് പാർട്ടാണ് അവിടെ വരുന്നത്. ദി ഗിവൺ നമ്പർ ഈസ് ഓഡ്. അടുത്ത വീണ്ടും എൻ്റർ ദി നമ്പർ എന്ന് കൊടുത്തു. നമ്മളൊരു ഇരട്ട സംഖ്യ കൊടുക്കുകയാണ്. ഈവൺ നമ്പർ 10 എന്ന് കൊടുത്തു. അപ്പം നം %2 10% 2 = 0 ആണോ നോക്കുന്നു. അതായത് 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ശിഷ്ടം 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. ശരിയാണ്, 0 കിട്ടുന്നുണ്ട്. സോ ദി ഗിവൺ നമ്പർ ഈസ് ഈവൺ. ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്.